ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിധൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പിങ്ക് ഫോറസ്റ്റ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി വെക്കാം. ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കോഴിമുട്ട യൂസ് ചെയ്യരുത്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട മാത്രമേ യൂസ് ചെയ്യാവൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 2 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കണം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഷുഗർ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ക്രീമി ടെക്സ്ചർ ആയി വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 6 മുതൽ 8 ഡ്രോപ്സ് വരെ സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഒരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ബീറ്റർ ഉപയോഗിക്കാൻ പാടില്ല. പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അത് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു തട്ട് വെച്ച് അതിന് മുകളിൽ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലാക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വിസിൽ മാറ്റി വെച്ച് നമുക്ക് മൂടി വെക്കാം. ഇനി ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് വേവിച്ചെടുക്കാം. 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം കുക്കറിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ചൂടാറി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ട ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. രണ്ട് 3 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം.
ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം നല്ല സ്റ്റിഫായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം ബീറ്റായി വന്നിട്ടുണ്ട്. ഈ പരുവമാവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ നിന്ന് കുറച്ച് ക്രീം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കാം. കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വെക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്ട്രോബെറി എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പ്രത്യേക ടേസ്റ്റും ഒരു കളറും ഒക്കെ കിട്ടും. അതുകൊണ്ടാണ് സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ടേൺ ടേബിളിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ സ്ട്രോബെറി ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്ട്രോബെറി ക്രഷ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിന് മുകളിലായിട്ട് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ക്രീമിന് മുകളിലായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. 3 ലെയറും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഡെക്കറേഷനാണ്. ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 4-5 മണിക്കൂറിന് ശേഷം ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഞാനിവിടെ ഒരു 4-5 മണിക്കൂറേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. നിങ്ങളൊരു ഡേ എങ്കിലും കേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.